വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും ബാക്കി 10 പഞ്ചായത്തുകൾ ഉൾപ്പെടെ വലിയ മണ്ഡലമാണ് കൽപ്പറ്റ. കൽപ്പറ്റയിൽ ഇപ്പോഴുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ആണ് വെളിയിലെത്തിയിരിക്കുന്നത്. നല്ല കൺവിൻസിംഗ് ആയിട്ട് നല്ല മാർജിനിൽ എത്തിയിട്ടുണ്ട്. UDF 73,000 വോട്ട്, 74,000 വോട്ട് പിടിച്ചു, 44% വോട്ട് പിടിച്ചു. LDF 35%, 59,075 വോട്ട്. സ്വതന്ത്രം കൂടി 20,000 വോട്ടുണ്ട്. BJP കാര്യമായ സ്വാധീനമില്ല, 10%, 17,000 വോട്ട് പിടിച്ചു. മെമ്പർമാര് UDF 107 പേരുള്ളപ്പോൾ LDF 70 പേര്, അതേഴ്സ് 21, NDA 5. തന്നെ ഒരു LDF അപ്പർ ഹാൻഡ് ആണ്. എന്നാലും നമുക്ക് അതിന്റെ പഴയകാല ചരിത്രമൊക്കെ നോക്കാം. 2011 UDF ഘടകകക്ഷിയാണ് ജയിച്ചത്, CPM സെക്കൻഡ് ആയിരുന്നു. 2016 LDF അത് പിടിച്ചെടുത്തു, JDUവിന് കൊടുത്ത സീറ്റ് അത് തോറ്റു, ശ്രേയസ് കുമാർ. അപ്പോൾ 2021 കൽപ്പറ്റ കോൺഗ്രസ് തിരിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. T സിദ്ദിഖ് ജയിച്ചു. അപ്പോൾ 2026 വരുമ്പോൾ T സിദ്ദിഖ് തന്നെ സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്. LDF RJDക്ക് കൊടുത്ത സീറ്റാണ്. PK അനിൽകുമാറാണ് മത്സരിക്കുന്നത്. BJPയുടെ പ്രശാന്ത് മളവായൽ ആണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ T സിദ്ദിഖ് നല്ലൊരു കാൻഡിഡേറ്റാണ്, നല്ലൊരു മുഖ നേതാവാണ്. പിന്നെ UDF ഓൾറെഡി സ്ട്രോങ് ആയിട്ട് വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നാച്ചുറലി UDFന് കൂടെ വോട്ടുണ്ട്, കൂടുതൽ മെമ്പർമാരുണ്ട്. അതെല്ലാം കൂടെ വരുമ്പം UDF ഈ കൽപ്പറ്റ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.